ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അതോ പുതിയൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ മൂവി ഞാൻ കറക്റ്റ് എപ്പോഴാണ് കണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ആയിരിക്കും മിക്കവാറും. ഓക്കെ ഓക്കെ അപ്പോൾ ഐ നോബഡിയുടെ മൂവി റിവ്യൂ ആയിട്ടാണ്. പൃഥ്വിരാജാണ് ആക്ടർ. ഡയറക്ടർ നിസാം ബഷീർ, റൈറ്റർ സമീർ അബ്ദുൾ, പാർവതി, പിന്നെ ആരൊക്കെയാണ്, സന, മഹേന്ദ്രൻ, വിനയ് ഫോർട്ട്, വിജയരാഘവൻ, അശോകൻ, കാദിൽ റഹ്മാൻ, ഹക്കീം, ഷാജഹാൻ, ശങ്കർ, മധുപാൽ, ഐറ, ലീന, നക്ഷത്ര, നിശാന്ത് സാഗർ, കൃഷ്ണൻ ബാലകൃഷ്ണൻ, പ്രശാന്ത് നായർ, അൻഷിഫ്, ഇതൊക്കെയാണ് കാസ്റ്റ്. ഓക്കെ, അപ്പോ ഈ മൂവി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ചെയ്യുന്നതാണ്. അപ്പോ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇത് ടോട്ടൽ ആക്ച്വലി രണ്ട് മണിക്കൂർ 48 മിനിറ്റ്. ഓക്കെ, ഇത് റിലീസായ ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ റിലീസ് കഴിഞ്ഞ മാസം ജൂലൈ 9. ഈ മാസം തന്നെ അല്ലേ? ഈ മാസം ജൂലൈ 9 അല്ലേ? ഓക്കെ, ജൂലൈ 9. അപ്പൊ ഞാൻ എപ്പോഴായിരുന്നു കണ്ടത്? ജൂലൈ 9 തന്നെയാണോ കണ്ടത്? ആ സമയത്ത് റിലീസായി അപ്പൊ തന്നെ തന്നെയാണ് കണ്ടത്. ഓക്കെ, ജൂലൈ 9, 10, അതെ ജൂലൈ 9 അങ്ങനെ എന്തോ ആണ് കണ്ടത്. ഓക്കെ, അപ്പോ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിലുള്ള അവരുടെ കുട്ടികളായിട്ട് അഭിനയിച്ച ഒരു നല്ല രീതിയിലുണ്ട്. പോലീസ്, പൊളിറ്റീഷ്യൻസ്, ബേസിക്കലി മണി ഗെയിം ആണ് ആക്ച്വലി ഇത്. അപ്പൊ ഒരാള് ആക്ച്വലി ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം പോലെ ഉണ്ടാക്കിയാണ്. ഗെയിമാണ് സംഭവം, ഒരു ഇതാക്കാണ്. പക്ഷെ അപ്പൊ എല്ലാവർക്കും ഇയാളാണ് കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാവും. പക്ഷെ ഇയാൾ ആ മണി സേഫ് ആക്കുന്ന രീതിയിലുള്ള ഇതാണ് സംഭവം. ലിറ്ററലി അറ്റ് ലാസ്റ്റ് അതിലൊരു തീരുമാനമാകുന്നുണ്ട്. സെറ്റാണ്, നല്ലൊരു ഇതാണ് ഉണ്ടായത്. മൂവി ലൈക്ക് BGMs കാര്യങ്ങളൊക്കെ സെറ്റാണ്. ജെക്സ് ബി ജോയ് ആണ് ചെയ്തേക്കുന്നത്, പ്രൊഡ്യൂസർ, മ്യൂസിക് പ്രൊഡ്യൂസർ. ജെക്സ് ബി വിജോയ്, പിന്നെ പിന്നെന്താ, സോണിയാണ് പ്രൊഡക്ഷൻ. മ്യൂസിക് പ്രൊഡക്ഷൻ പാട്ടുകളൊക്കെ സെറ്റാണ്. പൃഥ്വിരാജ് നല്ല രീതിക്ക് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ലൈനും സെറ്റാണ്. മെയിൻലി വെച്ചാല് അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മള് ലൈക്ക് ഇപ്പോഴും ലൈക്ക് സംഭവം, ഞാൻ ഇപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലിറ്ററലി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ആള് ഇപ്പൊ കേരളത്തിൽ തന്നെ ആലോചിച്ചു, കേരളമോ എവിടെയായാലും കേരളത്തിൽ ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു, നല്ലൊരു 1 കോടി രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാല് അയാളുടെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച്, അയാളുടെ വീട് തപ്പിപ്പിടിച്ച് ആൾക്കാരൊക്കെ വരുന്നില്ലേ? അങ്ങനെ അയാൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലേ? അങ്ങനെ പീക്ക് ഇതാവും, നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമുക്ക് പിന്നെ നമ്മൾ ആലോചിക്കും, നമുക്ക് ഇതിന്റെ ഈ പൈസ പോലും ലൈക്ക് ഇതിന്റെ ആവശ്യം കൂടി ഉണ്ടാവില്ല. ഒന്നാമത് ഈ കിട്ടുന്ന പൈസയിൽ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടുക. ഇതിപ്പോ ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോ എന്നിട്ട് അതിന്ന് പൈസ തരുമോ, നമ്മൾ ഇതാണ് സഹായിക്കുക എന്ന് വെച്ചിട്ട്
ഈവൻ പുറത്തുനിന്ന് ലൈക്ക് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് വരെ ആൾക്കാർ വന്ന് ചോദിച്ചു വന്നിട്ട് കിട്ടുന്ന ആൾക്കാരില്ലേ, അങ്ങനെയൊക്കെ ന്യൂസിൽ വന്നിട്ടില്ലേ. അതേപോലെ ഏകദേശം അതേപോലെയാണ് സംഭവം, അതേപോലെ തന്നെ. അപ്പോ പക്ഷെ ഇതാണ് ഗെയിം. പിന്നെ ഈ പൈസ കണ്ടെത്തുന്ന രീതി. പക്ഷെ ആ പോലീസുകാരെ ഇതിന്റെ ഇടക്ക്, പക്ഷെ ആ ചെങ്ങായിനെ ഫസ്റ്റ് പൃഥ്വിരാജ് സ്കാം ചെയ്യുന്നു. പിന്നെ ആ ചെങ്ങായി വിളിച്ചോണ്ട് നിന്ന ചെങ്ങായിനെ സ്കാം ചെയ്തു. ലൈക്ക് ആ ചെങ്ങായി എന്ന് പറഞ്ഞാൽ അലിയൻ സ്കാം ചെയ്യാൻ നോക്കി. പക്ഷേ മുഞ്ചിപ്പോയി. അപ്പോ അതൊക്കെയാണ് കഥ. പിന്നെ നിങ്ങൾ എപ്പോഴും തിയേറ്ററിൽ ഉണ്ടാവണം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം ആണെന്ന് വെച്ചാൽ അത്യാവശ്യമാണ്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് പോയി കാണുകയാണെങ്കിൽ കണ്ടോ, സെറ്റാണ്. നല്ലൊരു പൃഥ്വിരാജിന്റെ എനിക്കൊന്നും ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ല. നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. OTT റിലീസ് നോക്കട്ടെ. OTT റിലീസ് ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളിത് കണ്ടിട്ട് അതിന്റെ റിവ്യൂസ് ഞാനൊക്കെ പറയാം. പിന്നെ ഇനി ഓഗസ്റ്റിൽ അറിയാലോ ഏതൊക്കെ മൂവീസ് വരുന്നുണ്ടെന്ന്. സോ ഡസ് നോട്ട് ഹാവ് ആൻ ഒഫീഷ്യൽ. ഓക്കെ, അപ്പോ ഓഗസ്റ്റ് മിഡിലേക്ക് വരുന്നാണ് പറയണേ. ഇതുവരെ ആരും എടുത്തിട്ടില്ല OTT പ്ലാറ്റ്ഫോംസ്. സോ ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴത്തേക്കും OTT റിലീസ് ആവുന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഇനി ഏതൊക്കെയാ ഖലീഫയിലേക്ക് ട്രെയിലേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് സാധനമാണ്. പിന്നെ ഖലീഫ, അയാം ഗെയിം, ടോക്സിക് ഏതൊക്കെയോ ഉണ്ട് ഇറങ്ങാൻ വരുന്നുണ്ട് ഓഗസ്റ്റില്. പൈസ പൊട്ടും, പക്ഷെ സെറ്റ് സിനിമകളാണ് വരുന്നത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകളാണ്. അതാണ് മിക്കവാറും ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ. ബാംഗ്ലൂരിൽ തന്നെ കാണാൻ പറ്റുള്ളൂ മിക്കവാറും. ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. കാണാൻ അങ്ങനെ നാട്ടിൽ തന്നെ പോകാൻ പറ്റൂല. അറ്റൻഡൻസ് വൻ സീനാണ്. ക്ലാസ്സൊക്കെ പോയില്ലെങ്കിൽ ഒരു ദിവസം ക്ലാസ്സിൽ പോയി തന്നെ പണിയാവും. സോ ലെറ്റ്സ് ഗോ. ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു മൂവി റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.